ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റൺ ടൈം സ്റ്റോറേജ് മാനേജ്മെന്റ് എന്നുള്ള ടോപ്പിക്കാണ്. റൺ ടൈം സ്റ്റോറേജ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പോയിന്റ്സ് പറയാം. ഇൻഫോർമേഷൻ നീഡഡ് ഡ്യൂറിങ് ആൻ എക്സിക്യൂഷൻ ഓഫ് എ പ്രൊസീജിയർ ഈസ് കെപ്റ്റ് ഇൻ എ ബ്ലോക്ക് ഓഫ് സ്റ്റോറേജ്. അഥവാ നമ്മളുടെ ഇപ്പം എക്സിക്യൂഷൻ്റെ സമയത്ത് ഓരോ പ്രൊസീജിയേഴ്സിൻ്റെയും എക്സിക്യൂഷൻ്റെ സമയത്ത് നമ്മളുടെ ഇൻഫോർമേഷൻസ് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ബ്ലോക്ക് ഓഫ് സ്റ്റോറേജ് ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റോറേജിലാണ് കീപ്പ് ചെയ്യുന്നത്. ആ സ്റ്റോറേജിൻ്റെ പേരാണ് ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും അഥവാ ഒരു പ്രൊസീജിയേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് ആക്ടിവേഷൻ റെക്കോർഡിലായിരിക്കും, വിച്ച് ഇൻക്ലൂഡ് സ്റ്റോറേജ് ഫോർ നെയിംസ് ലോക്കൽ ടു ദ പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആക്ടിവേഷൻ റെക്കോർഡ് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഇത് 2 സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് അലൊക്കേഷൻ സ്ട്രാറ്റജീസ് 3 ഉണ്ടായിരുന്നു. മെയിനായിട്ടും ഉള്ള 2 ഇവിടെ പറയുന്നത്. സ്റ്റാറ്റിക് അലൊക്കേഷനും സ്റ്റാക്ക് അലൊക്കേഷനും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സ്റ്റാറ്റിക്കും സ്റ്റാക്കും ഹീപ്പും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ദെൻ സ്റ്റാറ്റിക് അലൊക്കേഷൻ്റെ കേസിൽ എന്താണ്, ദ പൊസിഷൻ ഓഫ് എൻ ആക്ടിവേഷൻ റെക്കോർഡ് ഇൻ മെമ്മറി ഈസ് ഫിക്സ്ഡ് അറ്റ് കമ്പൈൽ ടൈം അല്ലേ. അഥവാ ആക്ടിവേഷൻ റെക്കോർഡ്സിൻ്റെ മെമ്മറി സൈസ് എന്തായിരിക്കും, ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും. അത് ഫിക്സ് ചെയ്യുന്നപ്പോഴാണ് കമ്പൈൽ ടൈമിലായിരിക്കും. അതാണ് സ്റ്റാറ്റിക് അലൊക്കേഷൻ എന്നുള്ളത് അല്ലേ. അത് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാക്ക് അലൊക്കേഷൻ്റെ കേസിൽ എന്താണ്, എ ന്യൂ ആക്ടിവേഷൻ റെക്കോർഡ് ഈസ് പുഷ്ഡ് ഓൺ ടു ദ സ്റ്റാക്ക് ഫോർ ഈച്ച് എക്സിക്യൂഷൻ ഓഫ് എ പ്രൊസീജിയർ. പ്രൊസീജിയേഴ്സ് ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആക്ടിവേഷൻ റെക്കോർഡിലോട്ട് സ്റ്റാക്കിലോട്ട് എന്ത് ചെയ്യുന്നത്, പുഷ് ചെയ്യുന്നുണ്ടാവും ഈ ആക്ടിവേഷൻ റെക്കോർഡ്സിനെ. സോ ദ റെക്കോർഡ് ഈസ് പോപ്ഡ് വെൻ ദ ആക്ടിവേഷൻ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് പുഷ് ചെയ്തിട്ടുള്ള ആ റെക്കോർഡ്സ് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദ ഫോളോയിങ് 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ റൺ ടൈം അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ ഓഫ് ആക്ടിവേഷൻ റെക്കോർഡ്സ്. സോ നമ്മൾ 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ്സിൻ്റെ കേസിൽ മെയിനായിട്ടും റൺ ടൈം അലോക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ടിവേഷൻ റെക്കോർഡ്സിൽ റൺ ടൈം അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെയിനായിട്ടും 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. 3 അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ആ 4 ഇവിടെ നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വണ് കോൾ ഉണ്ട്, രണ്ടാമത്തെ റിട്ടേൺ, ഹാൾട്ട്, നാലാമത്തെ ആക്ഷൻ. സോ ആക്ഷൻ ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലേസ് ഹോൾഡർ ഫോർ അതർ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതാണ് ആക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ 4 നമുക്ക് നോക്കേണ്ടതുണ്ട്. ഏതിൻ്റെ കേസിലൊക്കെ, സ്റ്റാറ്റിക് അലോക്കേഷൻ്റെ കേസിൽ ഈ 4 എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റാക്ക് അലോക്കേഷൻ്റെ കേസിലും ഈ 4 അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ്സ് 3 അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, നോക്കേണ്ടതുണ്ട്. അതാണ് നമ്മളുടെ കോഡ് ജനറേഷൻ്റെ കേസിൽ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഈ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ എങ്ങനെ കോഡ് ജനറേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്കറിയാവുന്നതാണ്, വി അസ്യൂം ദ റൺ ടൈം മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഏരിയ ഫോർ കോഡ്, സ്റ്റാറ്റിക് ഡാറ്റ ആൻഡ് സ്റ്റാക്ക്. സോ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് റൺ ടൈം മെമ്മറി. റൺ ടൈം എൻവയോൺമെൻറ്റ്സിൽ മെയിനായിട്ടും കോഡ് ഉണ്ടാവും, കോഡ് പാർട്ട് ഉണ്ടാവും, സ്റ്റാറ്റിക് ഡാറ്റ പാർട്ട് ഉണ്ടാവും, സ്റ്റാക്ക് ഉണ്ടാവും, ഹീപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ ഇവിടെ നമ്മൾ മെയിനായിട്ട് 3 ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, കോഡ്, സ്റ്റാറ്റിക്, സ്റ്റാക്ക് എന്നുള്ള രീതിയിൽ. ഹീപ്പിൻ്റെ ആവശ്യപ്പെയാണ് വരുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ ഹീപ്പ് അലോക്കേഷനിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാക്ക് അലോക്കേഷനും സ്റ്റാറ്റിക് അലോക്കേഷനും മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, റൺ ടൈം മെമ്മറിനെ ഡിവൈഡ് ചെയ്തത്. കോഡ് പാർട്ട് ഉണ്ട്, സ്റ്റാറ്റിക് ഡാറ്റ പാർട്ട് ഉണ്ട്, സ്റ്റാക്ക് പാർട്ട് ഉണ്ട്. സോ ഇതിൽ ഫസ്റ്റ് വൺ നമ്മൾ സ്റ്റാറ്റിക് അലോക്കേഷൻ്റെ കേസ് എടുക്കുക. അതിൻ്റെ കേസിൽ ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും കോൾ, റിട്ടേൺ, ഹാൾട്ട്, ആക്ഷൻ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സ്റ്റാറ്റിക് അലോക്കേഷനാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ആദ്യം കോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കാം. സോ the codes needed to implement static allocation are as follows. ഫസ്റ്റ് വണ് കോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കോഡ്സ് ആണ് മെയിനായിട്ടും വേണ്ടത്. ഒരു മൂവ് കോഡും അതുപോലെ തന്നെ ഒരു ഗോ ടു കോഡുമാണ് വേണ്ടത്. ഓക്കെ, കോൾ സ്റ്റേറ്റ്മെൻറ്റ്സിന് ആദ്യം ഒരു മൂവ് ആണ് വേണ്ടത്, ദെൻ ഗോ ടു എന്നുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് വേണ്ടത്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂവ് ഹാഷ് ഹിയർ +20 പ്ലസ് കോളി ഡോട്ട് സ്റ്റാറ്റിക് ഏരിയ. ദാറ്റ് മീൻസ് നമുക്കറിയാം ഇറ്റ് സേവ്സ് റിട്ടേൺ അഡ്രസ്. അത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്ത് വെക്കണം. എന്നാലല്ലേ നമുക്ക് കോൾ ചെയ്ത് പോയി കോൾഡ് പ്രൊസീജിയറിൽ പോയിട്ട് അവിടുന്ന് റിട്ടേൺ വരുമ്പോൾ സമയത്ത് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ ഇവിടെ ചെയ്യുന്നത്. മൂവ് ഹാഷ് ഹിയർ +20 കോളി ഡോട്ട് സ്റ്റാറ്റിക് ഏരിയ. സ്റ്റാറ്റിക് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇത് എന്ത് ചെയ്തു,
സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അഡ്രസ്സ്, റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഗോ ടു ആണ്. ഗോ ടു ആണ് ഇവിടെ യൂസ് ചെയ്തത്, ഒക്കെ ക്യാപിറ്റലാണ്. ഗോ ടു കാളി കോഡ് ഏരിയ, അഥവാ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കോൾ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇംപ്ലിമെന്റേഷൻ ഓഫ് കോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആദ്യം എന്ത് ചെയ്യണം, റിട്ടേൺ അഡ്രസ് സേവ് ചെയ്ത് വെക്കണം. ദെൻ രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ്, നേരെ എങ്ങോട്ട് പോവുക, കോൾ ചെയ്തിട്ടുള്ള പ്രൊസീജിയറിന്റെ കോഡ് ഏരിയയിലോട്ട് പോവുക. ഇതാണ് ചെയ്യുന്നത്. നമുക്ക് കോഡ് ഏരിയയിലോട്ടാണല്ലോ പോകേണ്ടത്. ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. സോ ഗോ ടു കോളി എന്നുള്ള, അഥവാ നമ്മൾ കോൾ ചെയ്തിട്ടുള്ള പ്രൊസീജിയറിനെ നമ്മൾ കോളി പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. സോ കോളിയുടെ കോഡ് ഏരിയയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പോകുന്നു. കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കോൾ സ്റ്റേറ്റ്മെന്റ്സിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഏതിന്റെ കേസിൽ, സ്റ്റാറ്റിക് അലൊക്കേഷന്റെ കേസിൽ. ഇവിടെ ഓരോന്നും പറയുന്നുണ്ട്. കോളി സ്റ്റാറ്റിക് ഏരിയ എന്നാൽ അഡ്രസ് ഓഫ് ആൻ ആക്ടിവേഷൻ റെക്കോർഡ്. ആക്ടിവേഷൻ റെക്കോർഡ്സിൽ ഉള്ള ഒരു അഡ്രസ് ആയിരിക്കും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ കോളി ഡോട്ട് കോഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫോർ കോൾഡ് പ്രൊസീജിയർ. കോൾഡ് പ്രൊസീജിയറിന്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, കോളി ഡോട്ട് കോഡ് ഏരിയയിൽ ഉണ്ടാവുക. അങ്ങോട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അതുപോലെ തന്നെ #+ ലിറ്ററൽ റിട്ടേൺ അഡ്രസ്, റിട്ടേൺ അഡ്രസ് ആയിരിക്കും വിച്ച് ഈസ് ദ അഡ്രസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഫോളോയിങ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്സിന് ശേഷം വരുന്ന അല്ലേ അഡ്രസ്. ഗോ ടു സ്റ്റേറ്റ്മെന്റ്സിന് ശേഷം അത് റിട്ടേൺ അഡ്രസ് വരുന്ന റിട്ടേൺ അഡ്രസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ. ദെൻ നമ്മൾ ഇപ്പം കോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് ഏതാ, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇംപ്ലിമെന്റേഷൻ നോക്കാം. എ റിട്ടേൺ ഫ്രം പ്രൊസീജിയർ കോളി ഈസ് ഇംപ്ലിമെന്റഡ്. അതുപോലെ നേരെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, പ്രൊസീജിയർ വിളിച്ചിട്ടുള്ള പ്രൊസീജിയർ കോൾഡ് പ്രൊസീജിയറിലോട്ട് പോയി അവിടെയുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്തു. ദെൻ നേരെ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. ആ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. വെറും ഒരു ഗോ ടു എന്നുള്ള ഇത് ലേബിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് റിട്ടേൺ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഗോ ടു സ്റ്റാർ കോളി സ്റ്റാറ്റിക് ഏരിയ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളി സ്റ്റാറ്റിക് ഏരിയയിൽ എന്തുണ്ട്, റിട്ടേൺ അഡ്രസ്സ് ഉണ്ടാവും അല്ലേ. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരാവുന്നതാണ്. സ്റ്റാർ യൂസ് ചെയ്തിട്ടുണ്ട്. ദിസ് ട്രാൻസ്ഫർ കൺട്രോൾ ടു ദ അഡ്രസ് സേവ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ആക്ടിവേഷൻ റെക്കോർഡ്. അഥവാ അത് നേരെ എങ്ങോട്ടാണ് വരുന്നുണ്ടാവുക, ആക്ടിവേഷൻ റെക്കോർഡ്സിന്, അഥവാ ഈ പ്രൊസീജിയർ വിളിച്ചിട്ടുള്ള ആ ഒരു ആക്ടിവേഷൻ റെക്കോർഡ് ഉണ്ടല്ലോ അതിൻ്റെ ബിഗിനിങ്ങിലോട്ടായിരിക്കും ഏത് വരുന്നുണ്ടാവുക, ഈ ഗോ ടുവിൻ്റെ റിട്ടേൺ ചെയ്യുന്നത് വരുന്നുണ്ടാവുക. ഓക്കെ. സോ ഇത്രയാണ് അതിൻ്റെ റിട്ടേണിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്നത്. അതുപോലെ തന്നെ ആക്ഷൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ക്യാപിറ്റൽ ആക്ഷൻ എന്ന് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഏതൊരു ആക്ഷൻസും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അത്രമാത്രമാണ് ഇവിടെ പറയുന്നത്. ദെൻ ഹാൾട്ട് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ ഹാൾട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും ക്യാപിറ്റൽ ഹാൾട്ട് എന്നുള്ള ലേബൽ യൂസ് ചെയ്തിട്ടാണ്. എന്താണ്, ഈസ് ദ ഫൈനൽ ഇൻസ്ട്രക്ഷൻ ദാറ്റ് റിട്ടേൺ കൺട്രോൾ ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എല്ലാ പ്രോഗ്രാംസിൻ്റെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഗ്രാം എങ്ങോട്ടാണ് നേരെ റിട്ടേൺ പോകേണ്ടത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ടല്ലേ. സോ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് റിട്ടേൺ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ക്യാപിറ്റൽ ഹാൾട്ട് എന്ന് പറഞ്ഞാൽ, ഹാൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൾട്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത്രയാണ് സ്റ്റാറ്റിക് അലോക്കേഷനിലെ ഓരോ ഈ സ്റ്റേറ്റ്മെന്റ്സുകളും എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, സ്റ്റാക്ക് അലോക്കേഷന്റെ കേസിൽ ഇത് ഓരോന്നും എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ. സ്റ്റാക്ക് അലോക്കേഷന്റെ കേസിൽ സ്റ്റാറ്റിക് അലോക്കേഷൻ ക്യാൻ ബിക്കം stack allocation by using relative address for storage in activation records. So activation റെക്കോർഡ്സ് നമ്മൾ സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, റിലേറ്റീവ് അഡ്രസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് യൂസ് ചെയ്യുന്നത്, റിലേറ്റീവ് അഡ്രസ് ആണ്. അതാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇൻ സ്റ്റാറ്റിക് അലോക്കേഷൻ ദ പൊസിഷൻ ഓഫ് ആക്ടിവേഷൻ റെക്കോർഡ് ഈസ് സ്റ്റോർഡ് ഇൻ രജിസ്റ്റേഴ്സ്. അതുപോലെ തന്നെ ആക്ടിവേഷൻ റെക്കോർഡിന്റെ പൊസിഷൻ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും എവിടെയായിരിക്കും, രജിസ്റ്റേഴ്സിലായിരിക്കും. സോ വേർഡ് in activation record can be accessed as offset from the value of this registers യൂസ് ചെയ്തിട്ട് ഓഫ്സെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ വാല്യൂസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ദെൻ നമുക്ക് the codes needed to implement stack allocation are follows. അഥവാ ഓരോന്നിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡുകൾ നമ്മൾ പറഞ്ഞു. സ്റ്റാക്ക് അലോക്കേഷൻ ആകുമ്പോൾ ഒരു സ്റ്റാക്ക് ഉണ്ടാവും അല്ലേ, അതിൻ്റെ കോഡാണ് ഇവിടെ പറയാൻ പോകുന്നത്. സ്റ്റാക്ക് അലോക്കേഷന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാക്കിന് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും പറയുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റാക്കിന് എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യാന്ന് പറയാം. ഇനീഷ്യലൈസേഷൻ ഓഫ് സ്റ്റാക്കിന് മെയിനായിട്ടും 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. എടുത്ത് ബിഗിനിങ് എന്താണ്, ഒരു മൂവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ആ മൂവ് എന്ന് പറയും, ഈ മൂവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലൈസേഷൻ ഓഫ് സ്റ്റാക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇനീഷ്യലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. മൂവ് #stack start SP
SP. ഇതാണ് എന്ത് സ്റ്റാക്ക് പോയിന്റർ അല്ലേ, സ്റ്റാക്ക് സ്റ്റാർട്ടിലോട്ട് എന്ത് ചെയ്യുന്നു, ഇതാണ് എന്ത് ഇനീഷ്യലൈസേഷൻ ഓഫ് സ്റ്റാക്ക്. ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ദ ബിഗിനിങ് ഓഫ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ, സ്റ്റാക്കിന്റെ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ എന്ത് ചെയ്യുന്നു കോഡ് ഫോർ ഫസ്റ്റ് പ്രൊസീജിയർ, പ്രൊസീജിയേഴ്സിന്റെ കോഡ് ഇവിടെ ഉണ്ടാവും ഫസ്റ്റ് പ്രൊസീജിയറിന്റെ. ദെൻ ലാസ്റ്റ് എന്തുണ്ടാവും, നമ്മൾ പറഞ്ഞ ഹാൾട്ട് ഉണ്ടാവും. ഓക്കെ, ഹാൾട്ട് ഉണ്ടാവും. ഹാൾട്ട് എന്താണ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇനീഷ്യലൈസേഷൻ ഓഫ് സ്റ്റാക്ക് ഉണ്ടാവും. ദെൻ പിന്നെ നമുക്ക് ഓരോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റേറ്റ്മെന്റ്സും സ്റ്റാക്ക് അലോക്കേഷൻ ആകുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ആദ്യം കോൾ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇവിടെ കോൾ സ്റ്റേറ്റ്മെന്റ്സിന് ഇവിടെ 3 എന്താണുള്ളത് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. കോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇത് 3 വെച്ചിട്ടാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, ആഡ്. ഒരു ആഡ് വരുന്നുണ്ട്, മറ്റടുത്ത് 2 ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, 2 ലേബൽസ് യൂസ് ചെയ്തിട്ട് മൂവും ഗോറ്റും വെച്ചിട്ട് മാത്രമായിരുന്നു നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കേസിൽ സ്റ്റാറ്റിക് അലോക്കേഷന്റെ കേസിൽ, ഇവിടെ സ്റ്റാക്ക് അലോക്കേഷന്റെ കേസിൽ കോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്തത് 3 വെച്ചിട്ടാണ്. ഫസ്റ്റ് ഒരു ആഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആഡിൽ ആഷ് കോളർ ഡോട്ട് റെക്കോർഡ് സൈസ് SP. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ അഥവാ സ്റ്റാക്ക് പോയിന്ററിനെ ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടി, SP എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് പോയിന്റാണ്, അതിനെ ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കോളർ ഡോട്ട് റെക്കോർഡ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് ഓഫ് ദ ആക്ടിവേഷൻ റെക്കോർഡാണ്. നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് പോയിട്ട് നമുക്ക് ഏറ്റവും എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ടിവേഷൻ റെക്കോർഡിന്റെ സൈസ് വരെ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാം. സോ ആ ഇൻക്രിമെന്റേഷന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ലൈൻ യൂസ് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിട്ടേൺ അഡ്രസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് #here +60 into SP. ഇവിടെ സ്റ്റാക്ക് പോയിന്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്, റിട്ടേൺ അഡ്രസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് #here plus address of the instruction following the go to സ്റ്റേറ്റ്മെന്റ്സ്. goToയിൽ എന്താണ്ടാവുക, callee.code ഏരിയയിലോട്ടായിരിക്കും. ദെൻ എന്ത് ചെയ്യുക, ഇതൊക്കെ സേവ് റിട്ടേൺ അഡ്രസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരെ എങ്ങോട്ടാ പോവുക, callee.code ഏരിയയിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, goTo ചെയ്യുന്നത്. സോ അത്രയാണ് കോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇംപ്ലിമെന്റേഷനിൽ വരുന്നത്. ദെൻ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇംപ്ലിമെന്റേഷനിൽ 2 ലേബിൾസ് ആണ് യൂസ് ചെയ്തത്. ഇവിടെ യൂസ് ചെയ്തത് goTo അതുപോലെ തന്നെ സബ്ബും ആണ്. goTo *0 of SP. എന്തിനാ, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പ്രൊസീജിയറിലോട്ട് പോയി, കോൾ ചെയ്ത പ്രൊസീജിയറിലോട്ട് പോയി അവിടെ നിന്ന് നേരെ റിട്ടേൺ ചെയ്യണം. SP-യിൽ എന്തുണ്ട്, റിട്ടേൺ അഡ്രസ് ഉണ്ടാവും. സോ എന്ത് ചെയ്യുന്നു, *0 or SP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നേരെ എവിടെ നിന്നാണോ കോൾ ചെയ്തിട്ടുള്ളത് അവിടെ കോളറിലോട്ട് എന്ത് ചെയ്യും പോവാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, ഒരു സബും കൂടി ചെയ്യണം. അഥവാ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ അവിടെ SP-നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അഥവാ അത് പകരം ഇവിടെ എന്ത് ചെയ്യണം, തിരിച്ചു വന്നു കഴിഞ്ഞാൽ SP-ൽ എന്ത് ചെയ്യണം, ഡിക്രിമെന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സബ് യൂസ് ചെയ്യുന്നത്. സബ് കോളർ റെക്കോർഡ് സൈസ് SP അഥവാ ഡിക്രിമെന്റ് SP ആൻഡ് റീസ്റ്റോർ ടു പ്രീവിയസ് വാല്യൂ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്.